ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിപ്പോൾ ന്യൂപോർട്ട് സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാനും കാണാനും വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഇവർക്ക് ഈ വലിയ അവധി ആകുമ്പോൾ ഇവിടുത്തെ ഫെസ്റ്റിവൽസും ഇവൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് പേരൻസിന് അയച്ചു കൊടുക്കും സ്കൂളിൽ നിന്ന്. എവിടെയൊക്കെയാണ് ഇവൻസ് ഉള്ളത്, എന്തൊക്കെയാണ്, എന്ത് തരത്തിലുള്ള ഇവൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഇവൻസിന് പോയി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാ ലിസ്റ്റും അവർ അയച്ചു കൊടുക്കും സ്കൂളിൽ. നൈസ് സംഭവമാണല്ലേ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇവിടെ ഒരു മാളുണ്ട്. ആ മാളിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പുറത്തേക്ക് സിറ്റി സെൻറ്ററിലേക്ക് ഇറങ്ങാം. പിന്നെ അതായിട്ടൊരു ഹൈ പറഞ്ഞേ. എല്ലായിടത്തും നല്ല തിരക്കാണ്. കാരണം സമ്മറാണ്, പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് വെക്കേഷനായി, അതുകൊണ്ട് എല്ലാ അവിടുത്തെ ആൾക്കാരുണ്ട്. നല്ല തിരക്കാണ്. ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കാൻ പോകണം തോന്നുന്നു. പ്രോഗ്രാം ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. താഴെ ചെന്നിട്ട് എന്താണെന്ന് അറിയില്ല. അവരവിടെ റെഡിയൊക്കെ ആവുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റേജിലുണ്ട്. വിനോദേട്ടാ, താഴേക്ക് പോവാം. അവരുടെ എന്തോ പരിപാടി കഴിഞ്ഞതാണോ അത് അവരിവിടെ കഴിഞ്ഞതാണോ തുടങ്ങാൻ വേണ്ടി സെറ്റ് ചെയ്തതാണോ? ഞാൻ വിചാരിച്ചത് തുടങ്ങാനാണെന്ന് തോന്നുന്നു. പോയി നോക്കണ്ട. ഇതാണ് നമ്മുടെ ടൗൺ ന്യൂപോർട്ട്. അതിൻ്റെ വലിയ ബോർഡ് വച്ചിരിക്കുന്നിടത്ത് ആൾക്കാരും പിള്ളേരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. എന്താ പരിപാടി? അവിടെ പരിപാടി മാജിക് ആണെന്ന് തോന്നുന്നു. ക്രോസ് ചെയ്യാമോ? റെഡാണോ? അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. അവിടെ പോകുമ്പോൾ സമ്മറായി കഴിഞ്ഞാൽ ഫുള്ള് വൈബാണല്ലേ. പ്രത്യേകിച്ച് വെക്കേഷൻ കൂടി ആയതുകൊണ്ട് പിള്ളേരെ കൂടെ നടന്നിട്ട്. എന്താണ് ഗ്ലോബ് അവിടെ ഇരിക്കുന്നത്? ഞാൻ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ ഗ്ലോബ് കുഞ്ഞാണോ? റെഡാണ്. കുഴപ്പമില്ല. അടിച്ചാലോ എൻ്റെ കൊച്ചിന്? ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടീസ്. വെക്കേഷൻ ആയതുകൊണ്ട്
ആയതുകൊണ്ട് പിള്ളേരെ പറ്റിക്കാനുള്ള എല്ലാ പരിപാടീസും ഇവിടെ ഉണ്ട്. എന്താണ് സംഭവം? ഇതൊന്നും ഇവിടെ ഉള്ളതല്ല കേട്ടോ. ഇതിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ടും അവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കാരണം എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെ കൊണ്ട് ആൾക്കാർ വരുന്ന ഉറപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് എപ്പോഴും ഇങ്ങനെ ഇല്ല ഇവിടെ. എന്തായാലും ഇവിടെ നല്ല യൂറോപ്പിൽ ഫുള്ള് വീക്കെൻഡ് വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് വൈബാണ്. കളിപ്പാട്ടം തോക്ക് മേടിക്കണം. തോക്ക് ബാബ തോക്കോ? പള്ളിപ്പെരുന്നാളിന് എന്താ വെടിക്കോപ്പുകളൊക്കെ ഉണ്ട്. ഈ സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 പൗണ്ട് കൊടുത്തിട്ട് ആ ഒഴുകി നടക്കുന്ന ഡക്കിനെ കുത്തിയെടുക്കുകയാണെങ്കിൽ ഈ കാണുന്നതെല്ലാം നമുക്ക് ഫ്രീ ആണ്. എന്ന് വെച്ചാൽ 5 പൗണ്ടാണ്. പക്ഷേ ഈ കാറിനൊക്കെ എന്തായാലും 5 പൗണ്ടിൽ കൂടുതൽ വരും. അപ്പം നമുക്കത് ആ ഡക്കിനെ എടുക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് വർത്ത്. പുറകില് കുട്ടികളൊക്കെ ഫുൾ ചില്ലിങ്ങാണ്. അതെ, നമുക്ക് കയറാനുള്ള റൈഡൊന്നും ഇല്ല. കയറാനുള്ള റൈഡുണ്ട്. ഈ മനുഷ്യനാരാ? ഡേവിഡ് ബോംബർ പിയേഴ്സ്. ആര്? ഡേവിഡ് ബോംബർ പിയേഴ്സ്. ആളുടെ പേര് വായിക്കാനുള്ള ആരാ? 1983-85 കാലഘട്ടങ്ങളിൽ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബോക്സിങ്ങിൽ വിന്നറായിരുന്നു. ഇവിടത്തെ ആള് ന്യൂപോർട്ടിലെ ആള്. ന്യൂപോർട്ട് ഇവിടുന്നാണ്. ഇതാണ് ആ മനുഷ്യൻ. ന്യൂപോർട്ട് റോക്കി എന്നാണ് പുള്ളി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പൊളിച്ചായിരുന്നു. നമ്മളിനി ഇങ്ങോട്ട് പോകുന്തോറും വലിയ ആൾക്കാർക്കുള്ള റൈഡുകളാണ്. അതിനകത്തൊക്കെ വലിയ ആൾക്കാർക്ക് ഇരിക്കാണ്. അത് മാത്രമല്ല ഇതും വലിയ ആൾക്കാരുടെ റൈഡാ ഇത്. പക്ഷെ ഇത് നേരത്തെ ഭർത്താവുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവര് നിർത്തി വെച്ചിപ്പോ. ടിക്കറ്റ് കൗണ്ടർ 4 പൗണ്ടാണ് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല ഫണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് സൈഡിലേക്ക് ഇവിടെ തന്നെ ആയിട്ട് പിള്ളേരുടെ റേസിംഗ് കാറുണ്ട്. ഇതൊക്കെ വിനോദേട്ടൻ അവിടെ തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിനേക്കാളും തിരക്ക് കൂടുതലാണ് ഇവിടെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിംസുകളും അവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
എന്നറിയാം നിനക്ക്? ഇല്ല. ഇത് നിങ്ങൾ മറ്റേ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? പിക്സൽ 3 പ്ലേ, അതാണ് അതിന്റെ പേര്. അതിനകത്ത് വീഴണോ അല്ലേ? ഈ കാണുന്നതാണ് പ്രോഗ്രാം ലിസ്റ്റ്. ഇതിൽ 5 മണി വരെയുള്ള എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞു. ഇനി 5 തുടങ്ങി 5:35 വരെയുള്ള റോക്കോയർ മാത്രമേ അവിടെ നടക്കാനുള്ളൂ. ഈ കാണുന്നതാണ് സ്റ്റേജ്. അപ്പോൾ അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഏതാ ഐസ്ക്രീം? ചോക്ലേറ്റ് ആൻഡ് വാനില. ചോക്ലേറ്റ് ആൻഡ് വാനില. ജീനോളുടെ ഫേവറേറ്റ് ഫ്ലേവർ ആണോ? ഫേവറേറ്റ് അല്ല, എൻ്റെ ഫേവറേറ്റ് അവിടെ ഇല്ല. ഏതാണ് ജീനോളുടെ ഫേവറേറ്റ്? മിന്റ് ആൻഡ് ഓറഞ്ച്. അയ്യേ, എന്താ എനിക്ക് ഇഷ്ടമാണ്. ഷിനുമോൾ ഐസ്ക്രീം തീറ്റാണോ? അതെ, ഐസ്ക്രീമിൽ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. എന്താ പൊളിയാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.